ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനായി തലസ്ഥാന നഗരി ഒരുങ്ങി. നാളെ രാവിലെ 10:30 പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്നതോടെ ചടങ്ങ് ആരംഭിക്കും. ആയിരക്കണക്കിന് സ്ത്രീ ജനങ്ങളാണ് പൊങ്കാല മഹോത്സവത്തിനായി നഗരത്തിൽ എത്തുക. വിജിൻ വായന്തോടുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിജിൻ, നാളെ ഈ സമയമാകുമ്പോൾ തലസ്ഥാന നഗരി ആകെ നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ചയായിരിക്കും കാണാൻ പോവുക. എങ്ങനെയാണ് അതിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായോ? ആളുകളൊക്കെ ഇന്ന് തന്നെ എത്തി തുടങ്ങിയോ? തീർച്ചയായും നാളെ ഈ സമയമാകുമ്പോഴല്ല, ഇപ്പോൾ തന്നെ ഈ ആറ്റുകാൽ പരിസരം നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു. ഭക്തർ പുലർച്ചെ മുതൽ തന്നെ ദർശനത്തിനായി ഇവിടെ വലിയ ക്യൂ ആയി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മണിക്കൂറുകളായി കാത്തുനിന്ന് ഈ തിരുവനന്തപുരത്ത് മാത്രമല്ല മറ്റ് പല ജില്ലകളിൽ നിന്നും എത്തിയ ആളുകളെല്ലാം ഇവിടെ ഇന്ന് ദർശനം നടത്താനായി വലിയ ക്യൂ ആയി നിന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നാളെ രാവിലെ 10:30 ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ അടുപ്പിൽ മേൽശാന്തി ആദ്യ തീ പകരുക. അതിനുശേഷം മറ്റ് സ്ഥലങ്ങളിലേക്കെല്ലാം അത് കണക്ട് ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്കെല്ലാം ഈ അടുപ്പുകളിലേക്ക് തീ പടരും. ഒപ്പം തന്നെ വൈകുന്നേരം 2:30 പുണ്യാഹം തെളിച്ച് ഈ ചടങ്ങുകൾ പൂർത്തിയാക്കി പൊങ്കാല നിവേദ്യം ദേവിക്ക് അർപ്പിക്കുക. അതോടുകൂടി പൊങ്കാല ചടങ്ങുകൾ അവസാനിക്കും. എന്നാൽ മറ്റ് ചടങ്ങുകളെല്ലാം അതിനുശേഷം നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ മറ്റന്നാളോടുകൂടിയാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് അവസാനമാവുക. എന്തായാലും വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോർപ്പറേഷനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളും എല്ലാം ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റ് പല ജില്ലകളിൽ നിന്നും എത്തുന്നവർക്കായി എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. അത് പല ജില്ലകളിൽ നിന്നും എത്തിയ ആളുകളാണ് ഇപ്പോൾ ക്യൂ ആയി നിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് ജില്ലകളിൽ നിന്ന് പുലർച്ചയോടെ ഏകദേശം ഈ കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന ക്യൂ ആയി ഈ ദർശനം നടത്താനായി ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. നേരത്തെ തന്നെ കഴിഞ്ഞ 10 ദിവസവും വലിയ തിരക്ക് തന്നെയായിരുന്നു പൊങ്കാല ഉത്സവത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്ര പരിസരത്തും ഒപ്പം തന്നെ നഗരത്തിലും ഒക്കെ ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഈ പൊങ്കാല അർപ്പിക്കാനെത്തുന്ന ഭക്തർക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും കോർപ്പറേഷൻ ഒരുക്കിയിരുന്നു. റോഡുകളുടെ നവീകരണം, ഒപ്പം തന്നെ മറ്റ് സജ്ജീകരണങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വലിയ ചൂടാണ് തിരുവനന്തപുരം നഗരത്തിലും കേരളത്തിലും ഉള്ളത്. ആ ചൂട് ഉള്ളതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഈ എത്തുന്ന ഭക്തർക്ക് വെള്ളം കുടിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒക്കെ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മറ്റ് ആരോഗ്യ സംവിധാനങ്ങൾ. എല്ലാ വർഷവും വലിയ തിരക്കാണ് ഈ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ഉണ്ടാകാറ്. ഓരോ വർഷം കൂടുമ്പോഴും ആ തിരക്ക് വർദ്ധിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ഉള്ളത് ഈ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യവകുപ്പിൻ്റെ സജ്ജീകരണങ്ങളും ഒപ്പം തന്നെ ഈ ചൂട് വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് കുടിവെള്ളം, ശുദ്ധജലം ഉൾപ്പെടെ ഇവിടെയെല്ലാം കരുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ക്യൂവിൽ അവസാനത്തെ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്താൻ പോകുന്നതിൻ്റെ തിരക്കാണ് ഈ ക്യൂവിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, ഏത് ജില്ലയിൽ നിന്ന് എത്തിയതാ? എവിടെ നിന്ന് വന്നതാ? ഞങ്ങൾ ചങ്ങനാശ്ശേരി. ഇവിടുന്ന് തന്നെയാണ്? ചങ്ങനാശ്ശേരി. രാവിലെ എത്തിയോ? ആണോ? എത്ര മണിക്കൂറായി ക്യൂ നിൽക്കാൻ തുടങ്ങി? 3-4 മണിക്കൂറായി. നാളെ ഉണ്ടോ? നാളെ പൊങ്കാല ഇടുന്നുണ്ട്. മകളുണ്ട്. മകളെ ഇപ്പൊ കാണുന്നില്ല. അവള് ഇതിന് ലൈനിൽ കയറി കണ്ടില്ല. ക്യൂവില് ഫോൺ നമ്പറൊക്കെ ഉണ്ടല്ലോ അല്ലേ? എവിടെ നിന്നാ? പത്തനാപുരം. നാളെ എല്ലാ വർഷവും വരാറുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് വരിക. ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ അല്ല, കൂടുതൽ ആൾക്കാരുണ്ട്. ദേവീനെ കണ്ട് പൊങ്കാല. എന്തായാലും ഇത് തന്നെയാണ്. ഈ പല സ്ഥലങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും എത്തിയവരാണ്. ഏത് ജില്ലയിൽ നിന്ന് എത്തിയ? ഏത് ജില്ലയിൽ നിന്ന് വന്നതാ? തൃശ്ശൂര്. എപ്പോ എത്തിയത്? ഞങ്ങളിവിടെ 6:45. എത്ര മണിക്കൂറായി? 6 തൊട്ട് ഇപ്പൊ എത്ര മണിയായി യാത്ര? ഇനിയിപ്പോ ദേവീന്റെ അടുത്ത് എത്തിയല്ലോ. ലൈനിൽ, അതായത് ലൈൻ നിൽക്കണേക്കെ ലൈനിൽ വന്നവരെ ലൈനിൽ നിർത്താൻ ആവശ്യത്തിന് പോലീസുകാരോ അതിന്റെ ആൾക്കാരോ നിർത്തണം. അതാണല്ലോ ആവശ്യം. ഇത് ഇവിടെ നിന്ന് കുറെ ആൾക്കാർ വരിക, കയറുക, ലൈനിൽ നിൽക്കണവരെ. ആ കാര്യങ്ങൾ നമുക്ക് പോലീസിന്റെ അടുത്ത് പറയാം. എന്തായാലും അതാണ് ഞങ്ങളുടെ ലൈനാണെങ്കിൽ ലൈനിൽ വിടുക. അതല്ലേ കീർത്തി, ഇതാണ് വലിയ തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് ഉള്ള ഒരു പരാതിയാണ് അവർ പറഞ്ഞത്. ഈ വലിയ തിരക്കാണ്, അതിനുള്ള സജ്ജീകരണങ്ങൾ പോലീസ് ഏർപ്പാടാക്കുന്നുണ്ടെങ്കിലും ഈ തിരക്ക് മറികടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇന്ന് തന്നെ ഉണ്ട്. ഈ 2 കൈവരികളൊക്കെ ചേർത്ത് അങ്ങനെയാണ് ഇതിവിടെ ഈ ഭക്തർക്ക് ക്ഷേത്ര നടയിലേക്ക് എത്താനുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളത്. അവരുടെ സ്വാഭാവികമായിട്ടുള്ള പരാതിയാണ് ഉയരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ജില്ലകളിൽ നിന്നും എത്തിയ ആളുകൾ ഈ
പ്രാർത്ഥനയോടെ പൊങ്കാല നിവേദിക്കാനും ഒപ്പം തന്നെ ഈ ആറ്റുകാൽ അമ്മയുടെ ദർശനം നടത്താനുമുള്ള തിരക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10 ദിവസമായി വലിയ തരത്തിലുള്ള ആഘോഷങ്ങൾ തന്നെയാണ് ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ആ 10 ദിവസത്തെ ആഘോഷങ്ങൾ മറ്റന്നാൾ പുലർച്ചെ 12:30 കൂടിയാണ് അവസാനിക്കുക. അതോടുകൂടി ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് സമാപനമാകും. എന്തായാലും ആദ്യ ദിവസം മുതൽ തന്നെ ഈ പൊങ്കാല ആറ്റുകാൽ പരിസരവും ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് എത്തുന്നവരെ കൊണ്ട് നഗരവും നിറഞ്ഞു കവിയുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. കീർത്തി. വിജയൻ, പൊങ്കാല നാളെയാണെങ്കിൽ പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു തിരക്ക് അത് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത്രയും അധികം തന്നെ സുരക്ഷയും അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ടോ? തീർച്ചയായും ഇന്ന് എല്ലാ കാലത്തും ഉണ്ടാകുന്നത് പോലെ പൊങ്കാലയുടെ തലേ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ വലിയ തിരക്ക് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. അതുപോലുള്ള തിരക്ക് തന്നെയാണ്. തിരക്ക് നിയന്ത്രിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒക്കെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ KSRTC ബസ്സുകൾ സമയം പരിധി ഇല്ലാതെ സർവീസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിറ്റിയിൽ നിന്ന് ഈ ആറ്റുകാലിലേക്ക് എത്താനും ഒപ്പം തന്നെ തിരിച്ചു പോകാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തൊക്കെ വലിയ തിരക്കാണ്. KSRTC ബസ് ഇത്തരത്തിലുള്ള സർവീസ് നടത്തുന്നത് കൊണ്ട് തന്നെ വലിയ തിരക്ക് അവിടെയും ഇല്ല എന്ന് തന്നെ പറയാം. അവർക്ക് ഭക്തർക്ക് ഇങ്ങോട്ട് എത്താനുള്ള സജ്ജീകരണങ്ങൾ ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നേരത്തെ ഈ ഗുരുവായൂർ ആറ്റുകാൽ ഒപ്പം തന്നെ ആറ്റുകാൽ ഗുരുവായൂർ സർവീസ് ഉൾപ്പെടെ KSRTC ആരംഭിച്ചിരുന്നു. അതിലും ഈ ഗുരുവായൂരിൽ നിന്ന് ഇവിടെ എത്തി തൊഴാനുള്ള സംവിധാനങ്ങൾ ഒപ്പം തന്നെ ആറ്റുകാൽ ഈ പൊങ്കാല അർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ വർഷത്തേക്കാൾ ഒക്കെ കൂടുതൽ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പൊക്കെ കോവിഡുമായി ബന്ധപ്പെട്ട അത്തരം നിയന്ത്രണങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ തിരക്ക് ചെറിയ തിരക്ക് കുറവുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം മറികടക്കുന്ന രീതിയിൽ വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാളെ ഇത് തിരുവനന്തപുരം നഗരം പൂർണ്ണമായും ഈ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നവരെ കൊണ്ട് നിറയും. ഒരു യാഗശാലയായി ഈ തിരുവനന്തപുരം നഗരം മാറുന്ന കാഴ്ച തന്നെയായിരിക്കും കാണാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വലിയ ചൂടാണ് ഈ നഗരത്തിലും ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഒക്കെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ചൂടിനെ മറികടക്കാനുള്ള സജ്ജീകരണങ്ങൾ എല്ലാം അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണം. ഇവിടെ എത്തുന്നവരും അതിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും ഒപ്പം തന്നെ ഈ ആറ്റുകാൽ ട്രസ്റ്റ് ഭാരവാഹികളും കോർപ്പറേഷനും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി കുടിവെള്ളം ലഭ്യമാക്കുന്ന അതിനുള്ള സജ്ജീകരണങ്ങളാണ് നിലവിൽ ഇവിടെയൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അത്തരം നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് കോർപ്പറേഷൻ ഉള്ളത്. കോർപ്പറേഷൻ ഈ പരിസരങ്ങളിലെല്ലാം പൊങ്കാല അർപ്പിക്കുന്ന ഭാഗങ്ങളിലെല്ലാം കുടിവെള്ളം എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്ത് നേരത്തെ തന്നെ 200ഓളം ശുദ്ധജലം കുടിക്കാനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ റോഡുകൾ ഇവിടെ ആറ്റുകാലിലേക്ക് എത്തിച്ചേരാനുള്ള റോഡുകൾ ഒക്കെ നേരത്തെ തന്നെ നവീകരിക്കുകയും ഐമാസ് ലൈറ്റ് ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഏറ്റവും അവസാനം ഈ കുറേ നാളുകളായി നീണ്ടു നിൽക്കുന്ന ഈ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളുടെയും അവസാനമാണ് ഈ ആറ്റുകാൽ പൊങ്കാലയിലേക്ക് കടക്കുന്നത്. പൊങ്കാല നിവേദ്യം അർപ്പിക്കാനുള്ള അവസാന ദിവസം. അതിനുശേഷം ഈ മറ്റ് ചടങ്ങുകൾ പൂർത്തിയാക്കി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ മഹോത്സവത്തിന് മറ്റന്നാൾ പുലർച്ചെ തിങ്കളാഴ്ച പുലർച്ചെ 12:30 സമാപനമാകുക. കീർത്തി. ശരി, വിജയനാണ് കൂടുതൽ വിവരങ്ങൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നും നൽകിയത്. വലിയൊരു തിരക്ക് തന്നെയാണ് അവിടെ പൊങ്കാലയുടെ തലേദിവസമായ ഇന്ന് അവിടെ അനുഭവപ്പെടുന്നത്.